ഉത്തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക സഭകളുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ പഠനങ്ങളാണ് നാം പഠിക്കുന്നത്. സഭകളെ വൻ തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള പ്രധാന ഉത്തരവാദിത്വം ഇടയന്മാർക്കാണ്. സഭാംഗങ്ങളുടെ ആശ്രയം ഇടയന്മാരാണ്. ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായകരമായ ചില ചിന്തകൾ ശ്രദ്ധിച്ചാലും. ആടുകളുടെ ആശ്രയമായ ഇടയൻ. 23-ാം സങ്കീർത്തനം മനപ്പാഠം പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കൊച്ചുകുട്ടി കേൾവിക്കാരെ വണങ്ങിയിട്ട് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുമാത്രം എനിക്ക് മതി. ഈ സങ്കീർത്തനം എല്ലാവിധ സംശയവും ഭയവും ഉത്കണ്ഠയും അനാഥത്വവും നമ്മിൽ ഇല്ലാതാക്കുന്നു. ജെ സ്റ്റുവാർട്ട് പെറോനയുടെ വാക്കുകളാണ്. ദൈവജനത്തിന് എപ്പോഴും എല്ലാറ്റിലും ആശ്രയിക്കാവുന്ന ഒരു ഇടയനുണ്ട്, കർത്താവ്. ഇതുപോലെ പ്രാദേശിക സഭകളുടെ ഇടയന്മാരും വിശ്വാസികളുടെ ആശ്രയമായിരിക്കേണ്ടവരാണ്. ആടുകൾക്ക് ആശ്രയമായി ഇടയന്മാരുള്ളത് അവർക്ക് അനവധി പ്രയോജനങ്ങൾ പ്രദാനം ചെയ്യുന്നു. 1. ഇടയന്മാർ സംതൃപ്തമായ ജീവിതം ഉറപ്പു നൽകുന്നു. സങ്കീർത്തനം 23:1, ഫിലിപ്പിയർ 4:19. ഫിലിപ്പ് കെല്ലർ ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ ചെയ്തിരുന്ന വ്യക്തിയും പിൽക്കാലത്ത് ദൈവജനത്തെ പരിപാലിച്ച ഒരു പാസ്റ്ററുമാണ്. അദ്ദേഹം രചിച്ച എ ഷെഫേർഡ് ലുക്സ് അറ്റ് സാം 23 ഏറെ പ്രസിദ്ധമാണ്. ആടുകളുടെ പ്രത്യേകത അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 2. ആടിൻ്റെ പൂർണ്ണ ആശ്രയവും ഉറപ്പും ഇടയനിൽ മാത്രമാണ്. 1. മറ്റു മൃഗങ്ങളെപ്പോലെ പ്രതിരോധ മാർഗങ്ങൾ ആടുകൾക്കില്ല. മുള്ളൻ പന്നിക്ക് മുള്ളും പാമ്പിന് വിഷപ്പല്ലും പ്രതിരോധം തീർക്കുവാനായി ഉണ്ട്. അപകടങ്ങൾ വരുമ്പോൾ സ്വയം പ്രതിരോധിക്കുവാൻ ആടുകൾക്ക് ഒന്നുമില്ലെന്നോർക്കുക. വഴിതെറ്റുമ്പോൾ ആടുകൾ കരഞ്ഞ് അതിൻ്റെ ശത്രുക്കളെ ആകർഷിക്കുന്നു. 2. വിവേകമില്ലാത്ത ജീവി. കുറുക്കൻ സൂത്രശാലിയും പാമ്പ് കൗശലക്കാരനുമാണെങ്കിൽ ആടുകൾ എളുപ്പം വഞ്ചിക്കപ്പെടുന്ന ജീവിയാണ്. 3. മാർഗദിശ അറിയാത്ത മൃഗം. നായ, പൂച്ച, കുതിര ഇവയൊക്കെ വഴിതെറ്റാത്ത മൃഗങ്ങളാണ്. സമർത്ഥനായ ഇടയന്റെ പരിപാലനം ആടിനും സുരക്ഷിതത്വം നൽകുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, സങ്കീർത്തനങ്ങൾ 23:1 എന്ന പ്രസ്താവന ഈ സുരക്ഷിത ബോധത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇടയന്റെ സഹായത്തിനായി അപേക്ഷിക്കുകയല്ല, സഹായകൻ അരികിലുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇടയന്റെ ജാഗരണം സദാസമയത്തും ഉള്ളതാണ്. ഇത് ആടിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. സ്ഥലസഭകളുടെ പരിപാലകരുടെ ഈ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നതുമാണ് എബ്രായർ 13:17 നാം വായിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു.